മിസ്റ്റർ റോങ് നമ്പർ ഭാഗം 1. ഡാ ബ്ലൂ ടീഷർട്ട്, നിന്നെ തന്നെ, ഇവിടെ വാ. മഹി, അത് അദ്യുക്കിന്റെ അനിയനാ, വേണ്ടടാ. നീ എന്തിനാ ആൻഡോ പേടിക്കുന്നത്? നമ്മളെയും നമ്മുടെ സീനിയേഴ്സ് റാഗ് ചെയ്തിട്ടില്ലേ? എന്താടാ നിന്റെ പേര്? ആദിൽ. കൂടെയുള്ള വാലുകൾ രണ്ടും പൊക്കോ. അല്ല ചേട്ടന്മാരെ, ഇവനെന്താ? വന്നോളൂന്ന് പറഞ്ഞില്ലേ? മഹി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആദിൽ കൂടെ ഉള്ള രണ്ടവന്മാരോടും കണ്ണുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ആദിൽ, എങ്കിലൊരു കാര്യം ചെയ്യ്. ഗ്രൗണ്ടിന്റെ സൈഡിൽ നിന്ന റോസിൽ നിന്നും ഒരു റെഡ് റോസ് പറിച്ചുകൊണ്ട് മഹി പറഞ്ഞു. ദാ ഈ പൂ പിടിക്ക്. എന്നിട്ട് ആ വരുന്ന പെൺകുട്ടികളിൽ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യും. ചേട്ടാ, അത് എന്താ പറ്റില്ലേ? പിന്നെ ഒരു കാര്യം, ആ പെൺകുട്ടി തിരിച്ച് നിന്നെയും പ്രപ്പോസ് ചെയ്യണം. എങ്കിൽ പൊക്കോ. പെൺകുട്ടി ഏത് വേണമെന്ന് നിനക്ക് ചൂസ് ചെയ്യാം. ആദി. കോളേജ് വരാന്തയിൽ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന അദ്ദിക്കിന്റെ അടുത്തേക്ക് അഖിൽ ഓടി വന്നു. എന്താടാ? മഹിയും കൂട്ടരും നമ്മുടെ അപ്പുവിനെ ഗ്രൗണ്ടിൽ പിടിച്ചു നിർത്തി റാഗിങ് ചെയ്യുക. വാടാ. ഇട്ടിരുന്ന ബ്ലാക്ക് ഷർട്ടിന്റെ സ്ലീവ് തെറുത്ത് കയറ്റി മുണ്ടും മടക്കി കുത്തി ആദി ചാടി എഴുന്നേറ്റു. പുറകെ അഖിലും നിസാമും ശ്യാമും. കോളേജ് ഗ്രൗണ്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടു അപ്പുവിന് ചുറ്റും നിൽക്കുന്ന മഹിയെയും അവന്റെ കൂട്ടുകാരെയും. ഡാ. ആദിയുടെ വിളി കേട്ട് എല്ലാവന്മാരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. ആദിയെ കണ്ട അപ്പുവിന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നിമാഞ്ഞു. എന്താ ആദ്യ? ഞങ്ങൾ ഈ ചെറുക്കനെ ചെറുതായെന്ന് റാഗ് ചെയ്യുമായിരുന്നു. ബികോം സ്റ്റുഡന്റ് ആണ്. അപ്പോ നീ ക്ലാസ്സിൽ പൊക്കോ. നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞ് 2nd ഫ്ലോർ. അപ്പുവിനെ നോക്കി ആദി പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? അപ്പുവിന്റെ മുന്നിൽ കയറി നിന്ന് മഹി പറഞ്ഞു. മഹി, വേണ്ട. എന്റെ അനിയനോട് നിന്റെ കളിയൊന്നും വേണ്ട. അയ്യോ, ഇത് നിന്റെ അനിയനാണോ? എങ്കിലും പറയണ്ടേ? ഇവനോട്ട് പറഞ്ഞില്ല. പിന്നെ നമ്മൾ ഈ കോളേജിൽ വന്നപ്പോ നമ്മുടെ സീനിയേഴ്സ് നമ്മളൊക്കെ റാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റാഗ് ചെയ്തിട്ടുണ്ടല്ലോ. ആൻഡോ ആദിയോട് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അനിയൻ ഞാൻ പറഞ്ഞ പണിഷ്മെന്റ് ചെയ്തിട്ട് പോയാ മതി. പണിഷ്മെന്റ് കൊടുക്കാൻ നീ ആരാടാ? അഖിൽ മഹിയെ പിടിച്ച് പുറകോട്ട് തള്ളി. ഡാ. മഹി അഖിലിന് നേരെ വന്നു. വേണ്ട വിരൽ ചൂണ്ടി ആദി പറഞ്ഞു. അഖിലേ, വിട്ടേക്ക്. ഞാൻ അവര് പറയുന്നത് ചെയ്തോളാം. അപ്പു ആദിയോട് പറഞ്ഞു. അത്രയ്ക്ക് നോവുന്നുണ്ടെങ്കിൽ അനിയൻ ചെയ്യണ്ട. ഈ പൂ പിടിച്ച് ചേട്ടൻ ചെന്ന് ആ കൂട്ടത്തില് ആ മഞ്ഞ ചുരിദാറിട്ട പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തിട്ട് വാ. മഹി കോളേജ് ഗേറ്റ് കടന്ന് കൂട്ടുകാരികളുടെ കൂടെ സംസാരിച്ച് കയറി വരുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ചു പറഞ്ഞു. ആദി അപ്പുവിന്റെ കയ്യിൽ നിന്നും പൂ വാങ്ങി. വേണ്ടേട്ടാ, ഞാൻ പൊക്കോളാം. അപ്പു, ക്ലാസ്സിൽ പോ. തല മാത്രം ചരിച്ചവൻ പറഞ്ഞു മുന്നോട്ട് നടന്നു. അവള് തിരിച്ച് നിന്നോടും പറയണം. മഹി പറയുന്ന കേട്ട് അവനെ നോക്കി ഒന്ന് പുച്ഛിച്ച് ആദ്യം മുന്നോട്ട് നടന്നു. മഞ്ഞക്കിളി. ഹോസ്റ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കോളേജിലേക്ക്. ഇന്നു മുതൽ ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് അപ്പ ഇന്നലെ തന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഞങ്ങളുടെ നാട്ടിൽ കോളേജൊന്നുമില്ല. സ്വർണപുരി എന്ന ചെറിയ ഗ്രാമം. എനിക്കൊപ്പം സഞ്ജനയും ഉണ്ട്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. എന്റെ മാത്രം സഞ്ജു. അവളുടെ നിർബന്ധത്തിനാ ഇന്ന് ഈ മഞ്ഞ ചുരിദാർ ഇട്ടത്. പുറകിൽ നിന്നും ഒരു ചേട്ടന്റെ മഞ്ഞക്കിളി എന്ന വിളി കേട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. പിന്നെ ചുറ്റുമൊന്നും നോക്കി. മഞ്ഞ ഡ്രസ്സിട്ട ഞാൻ മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള മുണ്ടും ഡ്രിം ചെയ്ത താടിയും വെളുത്ത നിറവുമൊക്കെയുള്ള ഒരു സുന്ദരൻ ചേട്ടൻ. ആ ചേട്ടൻ നമ്മുടെ അടുത്തേക്കാ വരുന്നത്. കയ്യിലെ റെഡ് റോസ് ഒക്കെ ഉണ്ട്. എന്റെ അടുത്ത് വന്നു നിന്ന് എന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ പേരെന്താ? ഞാൻ തല താഴ്ത്തി. നിന്റെ പേരെന്താന്ന് ശബ്ദം ഉയർത്തി ചോദിച്ചു. ഞാൻ ഊമയായിട്ട് കാണിക്കുന്ന കണ്ട് സഞ്ജന വായും പൊളിച്ച് എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവളോട് എന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. ഉണ്ണിമായ. സഞ്ജന ആ ചേട്ടനോട് പറഞ്ഞു. ഞാൻ അവളുടെ കാല് നോക്കി ഒരു ചവിട്ട് കൊടുത്തു. സോറി, വാമിക. അതാ ഇവളുടെ പേര്. ഉണ്ണിമായ വീട്ടിൽ വിളിക്കുന്ന പേരാ. സഞ്ജന ആ ചേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ ചേട്ടന്റെ മുഖത്ത് നേരത്തെ കണ്ട അത്രയും ഗൗരവമൊന്നും ഇപ്പൊ ഇല്ല. പൊയ്ക്കോ. ആ ചേട്ടൻ അത് പറഞ്ഞതേ പുറകിൽ നിന്ന് കുറെ ചേട്ടന്മാര് കളിയാക്കി കൂവാൻ തുടങ്ങി. ഞങ്ങൾ ആ സമയം കൊണ്ട് എസ്കേപ്പായി. പുറകിൽ നിന്ന് കൂകിവിളിയും കളിയാക്കലും കേൾക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കയ്യിലിരുന്ന പൂവ് ഞെരിച്ച് താഴേക്കിട്ട് ദേഷ്യത്തിൽ നടന്നു പോകുന്നവനെ.
ഡി, നീ എന്തിനാ ഊമയായിട്ട് അഭിനയിച്ചത്? എന്റെ സഞ്ജു, പണി വാങ്ങാൻ എനിക്ക് മേല. എന്നാലും ആ ചേട്ടനെ കാണാൻ കിടുവായിരുന്നു. മിണ്ടാതെ വാ പെണ്ണേ. ഡേ അങ്ങോട്ട് നോക്കിയേ. സഞ്ജന നോക്കുന്നിടത്തേക്ക് നേരെ നോക്കിയപ്പോൾ കണ്ടു കുറെ സീനിയർ ചേച്ചിമാര് കുറെ പിള്ളേരെ പിടിച്ചു നിർത്തി പേടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇതുവഴി പോകാം, വാ. ഞാൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ട് നടന്നതും പുറകിൽ നിന്ന് വിളി വന്നു. ഞങ്ങൾ രണ്ടും തിരിഞ്ഞു നോക്കി. ഇവിടെ വാ, ഒരു ചേച്ചി പറഞ്ഞു. ഞങ്ങൾ പരിങ്ങി നടന്നു ചെന്നു. എങ്ങോട്ടാ? ഇങ്ങോട്ട് മാറി നിൽക്ക്, മറ്റൊരു ചേച്ചി പറഞ്ഞു. ഞങ്ങൾ അല്പം മാറി നിന്നു. എന്താ നിന്റെ പേര്? സഞ്ജനയെ നോക്കി ഒരു ചേച്ചി ചോദിച്ചു. ചോദിച്ചു കേട്ടില്ലേ, നിന്റെ പേരെന്താന്ന്? അവള് ഊമയായി അഭിനയിക്കുന്ന കണ്ട് എന്റെ കണ്ണ് തള്ളി. ഓ സോറി, നിന്റെ പേരെന്താ? എന്റെ നേരെ തിരിഞ്ഞു. വാമിക. വാമികയുടെ കയ്യില് ഫോണുണ്ടോ? ഞാൻ ഇല്ലെന്ന് തോളനക്കിയപ്പോൾ സഞ്ജന ഉണ്ടെന്ന് തലയനക്കി. എന്താ താൻ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുവാണോ? ഫോൺ എടുക്ക്. ഞാൻ ബാഗിൽ നിന്ന് എന്റെ നോക്കിയുടെ ചെറിയ ഫോൺ എടുത്തു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആ ചേച്ചിമാരെല്ലാം ചിരിക്കുന്നുണ്ട്. ഇവർക്ക് ചിരി. ഇത് തന്നെ വാങ്ങിത്തരാൻ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടു. ഇതിലേതെങ്കിലും ഒരു നമ്പർ ഞെക്കി വിളിക്ക്, എന്നിട്ട് ഐ ലവ് യു എന്ന് പറ. എന്റെ നേരെ കുറെ ഫോൺ നമ്പർ എഴുതിയ ഒരു പേപ്പർ നീട്ടി. ചേച്ചി, ഇത് ആരുടെ നമ്പരാ? ആരുടെയാണെന്ന് അറിഞ്ഞാലേ നീ വിളിക്കുള്ളോ? ഈ കോളേജിലെ സീനിയർ ചേട്ടന്മാരുടെ നമ്പരാ, വിളിക്കടി. ഒരു ചേച്ചി എന്റെ നേരെ ചൂടായി. ചേച്ചി, ഇതൊക്കെ പ്രശ്നമായില്ലേ? ഞാൻ നിഷ്കുവായി ചോദിച്ചു. മര്യാദയ്ക്ക് വിളിച്ചോ, അല്ലെങ്കിൽ ഇതിലും വലിയ പണിയാകാൻ തരിക. എന്നിട്ട് സ്പീക്കറിലിട്, ഞങ്ങൾക്കും കേൾക്കണം. എന്റെ നേരെ നീട്ടിയ പേപ്പർ വാങ്ങി ഞാൻ ഒരു നമ്പർ ഡയൽ ചെയ്തു. മനസ്സുകൊണ്ട് വല്ല സ്ത്രീകളുമായിരിക്കണേ എടുക്കുന്നത് എന്ന് ആഗ്രഹിച്ചു. എന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഒരു ചേച്ചി സ്പീക്കറിലിട്ടു. മറുതലയ്ക്കൽ ഒരു പുരുഷ ശബ്ദം എന്നെ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ഹലോ ഹലോ, മറുതലയ്ക്കൽ നിന്ന് പറയുന്നുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയ ചേച്ചി എന്നെ നോക്കി പേടിപ്പിച്ച് പറ എന്ന് പതിയെ പറയുന്നുണ്ട്. ഹലോ ഹലോ, ആരാ ഇത്? ഞാൻ പേടിച്ച് ആ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. എന്നെ നോക്കി പേടിപ്പിച്ച് ഫോണിലേക്ക് നോക്കി കണ്ണുകൊണ്ട് കാണിച്ചു. ഐ ലവ് യു, ഞാൻ പെട്ടെന്ന് പറഞ്ഞു. വാട്ട്? മറുതലയ്ക്കൽ നിന്ന് അയാൾ ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാ. ദേടി കടുവ, ഒരു ചേച്ചി മുന്നോട്ട് നോക്കി പറഞ്ഞതും എന്റെ കയ്യിൽ ഫോൺ തന്നിട്ട് എല്ലാവരും ഓടി. ഞങ്ങൾ നോക്കിയപ്പോൾ പ്രിൻസി ഞങ്ങളുടെ അടുത്തൂടെ വന്ന് നടന്നു പോയി. ഫോണിൽ ഇപ്പോഴും ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഫോൺ കട്ടാക്കി ബാഗിലേക്ക് വെച്ചു. നോക്കുമ്പോൾ സഞ്ജന ചിരിയോട് ചിരി. എന്താ ഇതിനു വേണ്ടി ഇപ്പം ചിരിക്കാൻ? അല്ല, എന്നാലും നീ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് വലിയ പണി മേടിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പോടി, എന്നാലും നീ ഊമയായി അഭിനയിച്ചല്ലോ, ഇത് നിനക്ക് കിട്ടേണ്ടതാ. നീ ആ ചേട്ടന്റെ മുന്നിൽ ഊമയായത് ഞാൻ ഇവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ. ഓരോ സ്റ്റെപ്പും കയറുമ്പോൾ ഞങ്ങൾ ചുറ്റും നോക്കി സംസാരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. വീട്ടിൽ നിന്നാകും. അച്ഛൻ കടയിൽ പോയ സമയത്ത് ആമിയോ അഭിയോ ആകും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ഇത് മുന്നേ ഞാൻ ആ ചേച്ചിമാര് പറഞ്ഞിട്ട് വിളിച്ച അയാളല്ലേ? ഞാൻ ഒന്നുകൂടെ ഫോണിലേക്ക് നോക്കി. എടുക്ക്, എന്താ പറയുന്നതെന്നറിയാലോ. ഒന്ന് പോ സഞ്ജു. ഞാൻ കോള് കട്ടാക്കി. പിന്നെയും ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് പണിയാകുമെന്നാടി തോന്നണത്, ഫോണിലേക്ക് നോക്കി പറഞ്ഞു. നീ എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യ്, എന്നിട്ട് കാര്യം പറ, അല്ലെങ്കിൽ പിന്നെയും വിളിച്ചോണ്ടിരിക്കില്ലേ. സഞ്ജനയുടെ വാക്ക് കേട്ട് ഞാൻ കോൾ എടുക്കാൻ തീരുമാനിച്ചു. എടുത്ത് കാര്യം പറയാം, അല്ലെങ്കിൽ ഇനിയും വിളിച്ചോണ്ടിരിക്കും. കോൾ എടുത്തു. ഹലോ, താൻ ആള് കൊള്ളാലോ, ഇങ്ങോട്ട് പറഞ്ഞതിന്റെ മറുപടി കിട്ടാതെ ഫോൺ വെക്കുന്നത് മോശമല്ലേടോ? ഐ ലവ് യു, എന്നെ പറയാൻ അനുവദിക്കാതെ അയാൾ പറഞ്ഞു. അവൻ പറയുമ്പോൾ ഞാൻ കണ്ണും വീഴ്ച നിന്നു. പെട്ടെന്ന് ഫോൺ കട്ടാക്കി. ഇഡിയറ്റ്. എന്താടി? അവൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. അവള് പിന്നെയും കിടന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ ഫോൺ സൈലന്റാക്കി ബാഗിലേക്കിട്ടു. ക്ലാസ് കണ്ടുപിടിച്ച് വേഗം ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിൽ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി, അപർണ എന്ന അപ്പു. ഡോ, ഞങ്ങൾ മൂന്നും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്. നോക്കിയപ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹായ്, ഞാൻ ആദിൽ. താൻ രാവിലെ ഊമയായിട്ട്? കണ്ടല്ലേ, പണി വാങ്ങിക്കാൻ മേലാത്തോണ്ട് അഭിനയിച്ചതാ.
ആഹാ, താൻ ആള് കൊള്ളാലോ. ഹീ, എന്റെ പേര് വാമിക, ഇത് സഞ്ജന, ഇത് അപർണ. അവൾമാരെ രണ്ടിനെയും ഞാൻ പരിചയപ്പെടുത്തി. ഇത് എന്റെ ഫ്രണ്ട് വരുൺ. ആദിൽ അവന്റെ ഫ്രണ്ടിനെയും പരിചയപ്പെടുത്തി തന്നു. ഞങ്ങൾ 5 പേരും പെട്ടെന്ന് കൂട്ടായി. ആദിൽ നല്ല റിച്ച് ഫാമിലിയാണെന്ന് തോന്നുന്നു. അപർണയും അത്യാവശ്യം വലിയ ഫാമിലിയിലെയാണ്. ഞാനും സഞ്ജുവുമാണ് ഗ്രാമത്തിൽ നിന്ന് വന്നവർ. ഞാനാണുള്ളതിൽ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലേതെന്ന് തോന്നുന്നു. എങ്കിലും അപ്പായും അമ്മയും ഞങ്ങളെ ഒരു ബുദ്ധിമുട്ടും അല്ലലും അറിയിച്ചിട്ടില്ല. എനിക്ക് താഴെ 2 പേരുടെ ഉണ്ട്. അഭിരാമി, ആമിക. അഭിയും ആമിയും 2 പേരും ട്വിൻസാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി. തിരിച്ച് ഹോസ്റ്റലിൽ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കുറേയധികം മിസ്ഡ് കോൾസ്. മുഴുവൻ രാവിലെ വിളിച്ച ആ നമ്പറാണ്. ഷോ, ഇത് എന്തൊരു കഷ്ടാ. എന്താടി? കുളി കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നിരുന്ന് സഞ്ജു ചോദിച്ചു. ദേ ഫോൺ അവളുടെ നേരെ നീട്ടി. ഇത് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ, വല്ല കോഴിയോ ആകും. നമ്പർ ബ്ലോക്കാക്കിയിടാം പറഞ്ഞുകൊണ്ട് ആ നമ്പർ ബ്ലോക്കാക്കി ഇട്ടു. ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ പറഞ്ഞുകൊണ്ട് സഞ്ജന അവളുടെ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞു വന്നപ്പോൾ എന്റെ ഫോൺ ഇരുന്ന് റിങ് ചെയ്യുന്നുണ്ട്. അമ്മയാകുമെന്ന് ഓർത്ത് ഫോൺ എടുത്തു. നമ്പറാണ്. ഇതാരാ? എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, താൻ എന്റെ നമ്പർ ബ്ലോക്കാക്കിയല്ലേ? അയ്യോ, ഇത് അയാളല്ലേ? ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിപ്പിടിച്ച് പറഞ്ഞു. പിന്നെ ചെവിയോട് ചേർത്തു. എന്റെ പൊന്നു ചേട്ടാ, നമ്പർ മാറിപ്പോയതാ. സോറി, റോങ് നമ്പർ. അത് ശരി, ഇങ്ങോട്ട് വിളിച്ച് ഫോൺ എടുക്കുന്നത് ആരാന്ന് പോലും അറിയാതെ ഉടനെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, സോറി. എന്തോന്ന് സോറി? ഇയാൾ കൂടുതലൊന്നും പറയണ്ട. ഒരു പെണ്ണ് വിളിച്ച ഐ ലവ് യു എന്ന് പറഞ്ഞതേ തിരിച്ച് താനും പറഞ്ഞില്ലേ ഐ ലവ് യു എന്ന്? താനപ്പോ ശരിക്കും ഒരു കോഴിയല്ലേ? ഡി നീയാ കോഴി. ദേ മിസ്റ്റർ റോങ് നമ്പർ, കോഴി തന്റെ അമ്മുമ്മ. ഡി കൂടുതൽ പറഞ്ഞാൽ വഷളാകും. അതുകൊണ്ട് ഫോൺ കട്ടാക്കി. ഇഡിയറ്റ്. ഏട്ടൻ എന്തി അമ്മേ? അവൻ മുകളിലുണ്ട്. എന്താ അപ്പു? കിച്ചണിൽ അത്താഴത്തിനുള്ള പണിയിലാണ് ശ്യാമ. അമ്മേ, കഴിക്കാനായോ? കിച്ചണിലേക്ക് വന്ന ആദി ചോദിച്ചു. ഇപ്പൊ എടുക്കാം, നീ കൈ കഴുകിയിരുന്നോ? നീയും ചെല്ലപ്പോ. അമ്മേ, ഇന്ന് ചിലർക്കിട്ടൊക്കെ മുട്ടം പണി കിട്ടി. സ്ലാബിൽ നിന്ന് ചാടി ഇറങ്ങി അപ്പു ആദ്യം ഒന്ന് എയർ കണ്ടിട്ട് നോക്കി പറഞ്ഞു. കേട്ടോ അമ്മേ, ഇന്ന് എനിക്കിട്ട് കിട്ടേണ്ട പണി ഏട്ടൻ പോയി മേടിച്ചു. ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ. അമ്മ കേൾക്കുന്നുണ്ടോ? നീ പറ അപ്പു, ഞാൻ കേൾക്കുന്നുണ്ട്. ധൃതിയിൽ കരയ്ക്ക് കടുക് താളിച്ച് ശ്യാമ പറഞ്ഞു. ഇവനെ രക്ഷിക്കാനാമേ ഞാൻ നോക്കിയത്, പക്ഷെ എനിക്ക് തന്നെ കിട്ടി. നാണം കിട്ടുപോയിന്ന്. എന്തു പറ്റി? ചേട്ടനും അനിയനും കൂടെ പരിഭവം പറച്ചില്. കിച്ചണിലേക്ക് വന്ന് അരിഞ്ഞു വെച്ച തക്കാളിക്കൂട്ട് ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് മഹേന്ദ്രൻ ചോദിച്ചു. എന്റെ അച്ഛേ, എന്നെ കുറച്ച് ചേട്ടന്മാര് റാഗ് ചെയ്യാൻ വന്നു. കിട്ടിയ പണി ഏട്ടൻ വാങ്ങി. ആഹാ, എന്തായിരുന്നു പണി? മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ആദ്യം നോക്കി മഹേന്ദ്രൻ ചോദിച്ചു. എന്റെ അച്ഛേ, ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ. ആ പെണ്ണ് ഊമയായിരുന്നു. ആദി വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. എന്റെ ഏട്ടാ, അവള് ഊമയൊന്നും അല്ല, പേര് വാമിക. ഏട്ടനെ പറ്റിച്ചതാ. നീ എന്താ പറഞ്ഞേ? ആദി അപ്പുവിനടുത്തേക്ക് ചെന്ന് ചോദിച്ചു. സത്യമായിട്ടാ, ഞങ്ങളൊരു ക്ലാസ്സാണ്. അപ്പു ആദ്യ കളിയാക്കി ചിരിക്കുന്ന കണ്ട് ശ്യാമയും മഹേന്ദ്രനും ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചോ മൂന്നും കൂടെ? നാളെ അവള് കോളേജിലോട്ട് വരട്ടെ. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി കോളേജിലേക്ക് പോകാൻ റെഡിയായി. ഫോണിൽ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടാണ് ഫോൺ എടുത്ത് നോക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഹോ, എന്റെ ശിവനേ. എന്താടി? തലമുടി ചീകിക്കൊണ്ടിരുന്ന സഞ്ജു ചോദിച്ചു. ഞാൻ ഫോൺ അവളുടെ നേരെ കാണിച്ചു. ഇത് ആ റോങ് നമ്പർ അല്ലേടി? ആ, ബ്ലോക്ക് ആക്കിയാൽ അടുത്ത നമ്പർ മാറ്റി വിളിക്കും. ഡി, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ചേട്ടനല്ലേ, ആരാന്ന് ചോദിച്ചാലോ? ദേ സഞ്ജു, ആവശ്യമില്ലാത്ത ഒന്നിനും പോണ്ട. ഇതൊക്കെ അച്ഛനെങ്ങാനും അറിഞ്ഞ പിന്നെ എന്നെ കൊന്നുകളയും. അല്ലടി, ആരാന്നറിയാൻ ഞാൻ. അവള് തല ചൊറിഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു. ആ റോങ് നമ്പറും ബ്ലോക്ക് ചെയ്ത് അപ്പായുടെ ഫോണിലേക്ക് വിളിച്ചു. അവളും ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കാൻ പോയി. ഇന്നു മുതൽ ക്ലാസ് തുടങ്ങും അല്ലേടി? ഇന്നലെ ടെക്സ്റ്റ് എല്ലാം വാങ്ങിയത് നന്നായി. ഞങ്ങൾ കോളേജ് കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ അപർണ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഡി, അങ്ങോട്ട് നോക്ക്, ഇന്നലെ കണ്ട ആ ചേട്ടനല്ലേ? തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നവനെ. അങ്ങോട്ട് നോക്കണ്ട, നേരെ നോക്കി നടന്നോ. ഡി, നമ്മളെ നോക്കുന്നുണ്ടോ? പണി ഇട്ടുവോ? ഇന്നും ഊമയാകേണ്ടി വരുവോ? സഞ്ജനയുടെ അനക്കൊന്നും കേൾക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കി. പുറകിൽ നിൽക്കുക. വാടി ഇങ്ങോട്ട്. എന്താ? കണ്ണുകൊണ്ട് അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താടി?
കണ്ണുകൊണ്ട് മുന്നോട്ട് നോക്കാൻ കാണിക്കുന്നുണ്ട്. എന്താന്ന് കണ്ണുകൊണ്ട് ചോദിച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ കാണുന്നത് കൈ മാറിൽ പിണച്ചു കെട്ടി ഇന്നലെ കണ്ട ആ ചേട്ടൻ. അയ്യോ, ഇന്നലെ കണ്ട ചേട്ടനല്ലേ ഇത്? അതെ, അത് തന്നെ. ഇന്നലെ ഇട്ട അതേ ബ്ലാക്ക് ഷർട്ട്. നീ എന്താടി വിചാരിച്ചത് ഞാൻ വെറും ഡാഷാണെന്നോ? ആദിയുടെ അലർച്ച കേട്ട് ഗ്രൗണ്ടിൽ നിന്ന് മഹിയും കൂട്ടുകാരും അങ്ങോട്ട് വന്നു. ആദിയുടെ പുറകിൽ അഖിലും. അപർണയോടൊപ്പം ആദിലും അവരുടെ അടുത്തേക്ക് വന്നു. ദൈവമേ, ഏട്ടൻ അവളെ പിടിച്ച് വരട്ടുവാണല്ലോ. പറയണ്ടായിരുന്നു ഊമയല്ലെന്ന്. ദേ ചേട്ടാ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എന്നെ മാന്യത പഠിപ്പിക്കാൻ നീ ആരാടി? മാന്യതയൊക്കെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നതല്ലേ. നിങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ പിടിച്ചു നിർത്തി ഓരോന്ന് പറയുന്നത്. വീട്ടിലിരിക്കുന്നവരെ പറയുന്നോടി പുല്ലേ. കുട്ടികളെല്ലാം ചുറ്റും കൂടാൻ തുടങ്ങി. ദൈവമേ, പണിയായല്ലോ. ഇടപെടാൻ പോയ എന്റെ ഏട്ടനാണെന്നറിഞ്ഞ വാമി ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടാക്കും. മിണ്ടാതെ നിൽക്കുന്നതാ ബുദ്ധി. ആദിൽ മിണ്ടാതെ നിന്നു. എടി പോടി പുല്ലേ എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിച്ചോണം. ഡി മിണ്ടാതെ ഇരിക്ക്, നീ വാ. സഞ്ജന വന്ന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന കുട്ടികളെ നോക്കി വിളിക്കുന്നുണ്ട്. നീ പോടി പുല്ലേ. നീ പോണം പട്ടി. പട്ടി നിന്റെ തന്ത. ഡാ വിരൽ ചൂണ്ടി അവന് നേരെ ചീറി. മനസ്സിലായില്ലേ? ഐ മീൻ യുവർ ഫാദർ. ഓടി. ആദി മതി, വാ. ഡാ വരാൻ. നാളെ ഇതേ സമയത്ത് ഇവിടെ വെച്ച് നീ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കണം. ഇന്നലെ എനിക്കുണ്ടായ ചെറിയൊരു നാണക്കേട് അതൊന്ന് മാറ്റാൻ, കേട്ടല്ലോ? അവൻ എന്റെ അപ്പനെ പറഞ്ഞത് കൊണ്ടാകാം കണ്ണുകളൊക്കെ നിറഞ്ഞു. പിന്നെ തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. ആരോ വന്ന് അവനെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടു. നന്നായി പഠിച്ച് പാസ്സായത് കൊണ്ട് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. എന്നാലും പുസ്തകം, ഹോസ്റ്റൽ ഫീ എല്ലാം കൂടെ അച്ഛൻ കടം വാങ്ങിയ തന്നത്. കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന എന്റെ അച്ഛനെയാ അമ്മ പറഞ്ഞത്. നീ എന്തൊക്കെയാ വാമി വിളിച്ചു പറഞ്ഞത്? അപർണയാണ് ചോദിച്ചത്. ഒന്നും മിണ്ടിയില്ല. വാഗമരത്തിന്റെ ചുവട്ടിലെ സിമന്റ് ബെഞ്ചിലിരുന്നു. അവനല്ലേ തുടങ്ങി വെച്ചത്. നിനക്ക് വിഷമമായോ? ആദിൽ എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു. ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എനിക്ക്. ഡി, നീ നാളെ ചേട്ടനെ അങ്ങ് പ്രപ്പോസ് ചെയ്തേക്ക്. അതോടെ പ്രശ്നം തീരുമല്ലോ. ഒന്നുമല്ലേലും കാണാൻ കിടുവല്ലേ. ഞാനായിരുന്നേ ഇപ്പൊ തന്നെ പറഞ്ഞേനെ. സഞ്ജനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് നാളത്തെ കാര്യമല്ലേ, പറയണമല്ലോ. ഡി, വെറുതെ ഇനി ഒന്നിനും പോണ്ട. അവൻ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. എവിടുന്ന് വരുന്നോ രാവിലെ കെട്ടും കടയും എടുത്ത്. ആദിൽ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.